ഹലോ, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അത് നമ്മളെ സ്കൂൾ ഓണപ്പരിപാടിയാണ്. അപ്പോൾ അതാ സാരിയൊക്കെ എടുത്ത് പോവാണ്. ഇന്നത്തെ നമുക്ക് ഓണ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. സാരി എടുത്ത് റെഡി ആയിട്ടില്ല. ലാസ്റ്റ് ഞാൻ എല്ലാം കൂടെ വൺ സൈഡ് കുത്തി അപ്പം അടങ്ങി വെച്ച്. ചേട്ടാ, ഓണായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടാസ്ക്കാണ് സാരി ഉടുക്കാന്ന് പറയുന്നത്. അങ്ങനെ സാരി ഉടുത്ത് കുറേ മണിക്കൂറോളം കഷ്ടപ്പെട്ടിട്ട് എനിക്ക് റെഡി ആകുന്നില്ല. പിന്നെ മേലെ ഞാൻ വെറുതെ അങ്ങ് കുത്തി അങ്ങ് ഒപ്പിച്ചു, അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക. അപ്പോൾ എന്തായാലും എൻ്റെ മേക്കപ്പ് മാൻ എന്ന് പറഞ്ഞ സൂര്യ ആയിരുന്നു. സൂര്യ എന്തായാലും ക്യാമറേൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ എന്തൊക്കെയൊക്കെ തേച്ചിട്ട് അല്പം കുഴപ്പമില്ലാത്തൊരു കോലത്തിലേക്ക് എന്നെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ സന്ദീപും കൂടി നേരെ എന്നെ അവൻ ടൗണിൽ ഇറക്കി തന്നു. ബസ്സിൽ നമ്മൾ കുറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൊട്ടിൽപ്പാലത്ത് നമ്മൾ ഓട്ടോ ഒക്കെ പിടിച്ചത് ആ സ്കൂളെത്തിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ചന്ദ്രൻ തൊട്ട് ടീച്ചറെ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ അപ്പോഴത്തേക്ക് ഓരോ കുട്ടികളും ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ 5ാം ക്ലാസ്സിലെ കുട്ടികളുണ്ട്. ഇവരെന്ന് പറയുന്നത് ഇവിടെ LP വിഭാഗത്തിലെ ആൾക്കാർ അവിടെ പൂക്കൾ ഇടുന്നുണ്ടായിരുന്നു. കുഞ്ഞു മക്കൾ ഇങ്ങനെ പൂക്കൾ ഇടുന്നുണ്ടായിരുന്നു ഓരോ സൈഡിൽ നിന്ന്. പിന്നെ ഓരോ സ്ഥലത്ത് സ്കൂൾ ആയതുകൊണ്ട് കുറേ കുട്ടികളുണ്ടായതുകൊണ്ട് നമ്മൾ ഓരോ ഇങ്ങനെ സെക്ഷനായിട്ടാണ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇത് ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ 7ാം ക്ലാസ്സിലെ കുട്ടികളാണ്, പെൺകുട്ടികളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും വന്നു. ഇവിടെ 10th പഠിക്കുന്ന കുട്ടികളൊന്ന് മുണ്ടൊക്കെ എടുത്ത് ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കണ്ടാലോ, അവരുടെ എല്ലാവരും ബ്ലാക്ക് മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടെയുള്ള കസേരക്കളിയാണ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ കുട്ടികളെ കസേരക്കളി നമുക്ക് എന്ത് ചെയ്യാം, അത് കാണാം. ആരാ ഫസ്റ്റ് ഇരുന്ന്? ആരാ ഇരുന്ന്? അങ്ങനെ കസേരക്കളി ഒരു വിധത്തിൽ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പാട്ട് വെച്ച് എല്ലാവരും ഡാൻസ് കളിക്കുന്നു. അപ്പം ഞങ്ങളും ഇവിടെ കൂടെ അങ്ങ് കൂടി. അവരുടെ സ്റ്റെപ്പൊന്നും അറിയില്ലെങ്കിലും അങ്ങ് അറിയുന്ന സ്റ്റെപ്പൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്തായാലും ഡാൻസ് അങ്ങ് തകർത്ത് കളിക്കുകയായിരുന്നു. നമ്മൾ നല്ല സൂപ്പർ സദ്യ കഴിക്കാൻ പോകണം. അങ്ങനെ നല്ല സദ്യയൊക്കെ കഴിച്ചു, വയറ് നിറഞ്ഞു. പിന്നെ വീട്ടിലേക്ക് പോട്ടെ എന്ന് കരുതി നോക്കുമ്പോഴേക്കും കുട്ടികൾ കണ്ട് അവർ പിടിച്ചു വെച്ചിട്ട് ടീച്ചർ 2 സ്റ്റെപ്പും കൂടി ഇട്ടിട്ട് പൊക്കമെന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കി സ്റ്റെപ്പും കൂടി നമുക്ക് കാണാം. അങ്ങനെ ഇന്നത്തെ ചെറിയ ഓണാഘോഷ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.